ഹലോ, എന്തെല്ലാം വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും രാവിലെ മുതൽക്കുള്ള വിശേഷങ്ങൾ തന്നെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ കിച്ചൺ കയറി ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടുക്കളയത്ത് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറക്കുകയാണ്. ഇപ്പോൾ രാവിലെ കുഴപ്പമില്ലാത്ത ചെറിയൊരു വെയിലൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മഴ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇന്ന് അങ്ങനെ അധികം കുക്കിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. തലേ ദിവസത്തിൽ നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഇന്നലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതെടുത്തുങ്ങാണ്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുട്ട് വെച്ചെങ്ങാണ്ടുള്ള ഉപ്മാവ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തുങ്ങാണ്ട് അതിലേക്ക് നമ്മളുടെ പുട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് മറ്റേ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മക്കളും കൂടെ കഴിക്കണോണ്ട് പഴം കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. സവാളയും കാര്യങ്ങളൊന്നും വഴറ്റാനും നിന്നിട്ടില്ല. കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് നമ്മൾ എങ്ങനെയൊക്കെ പോകുന്ന ഇഷ്ടമല്ല. ഇവിടെ എനിക്ക് വലിയ താല്പര്യമില്ല ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും ഉപ്പേരി വെച്ച് കഴിക്കുന്നത്. ജ്യൂസ് അടിച്ച് കുടിച്ചാണെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. വെറുതെ ക്യാരറ്റ് പഞ്ചാരയും അതുപോലെ ഇതൊന്നും ഇല്ലാണ്ട് പാലൊന്നും ഇല്ലാണ്ട് തന്നെ വെറുതെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത്, ഉപ്പിട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ ഉപ്പേരി വെച്ച് കഴിക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ട് വെച്ചിട്ടുള്ള ഉപ്മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 3 പേർക്കും കൂടെ ഉള്ളത് തന്നെയാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ രാവിലെ അത്രയും കഴിക്കാറുള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അധികം ഉണ്ടാക്കിയിട്ടും കാര്യമല്ല. കാരണം ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് ഇപ്പോൾ അത്രയും ഭാഗം മുറ്റടിച്ച് എത്തിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മഴ തന്നെയായിരുന്നു കേട്ടോ. ഒന്ന് പെയ്യും പിന്നെ ഒന്ന് തോരും, ഒന്ന് പെയ്യും ഒന്ന് തോരും, ഇതന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ നല്ല പോലെ മുറ്റത്ത് പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മഴക്കാലം കഴിയാതെ ഞാൻ എങ്ങനെ പറിച്ചിട്ടും ഒരു കാര്യമല്ല. ഈ ഒരു ഭാഗം പറിച്ചുമ്പോഴേക്കിന് അപ്പുറത്തെ ഭാഗം വന്ന് പൊന്തിയിട്ടുണ്ടാവും കേട്ടോ. അവിടെ പറിച്ചെത്തുമ്പോഴേക്കിന് ഇപ്പുറത്തെ ഭാഗം വീണ്ടും ഉണ്ടായിട്ടുണ്ടാകും. ഇനി എന്തായാലും മഴക്കാലം അങ്ങോട്ട് പോവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പറ്റുന്നത് നല്ല വലുതായി വരുന്നതൊക്കെ പറിച്ചെടുക്കാറുണ്ട് കേട്ടോ, പറ്റുന്ന ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കാര്യമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല. തലേ ദിവസം നമ്മൾ മീൻകറിയും അതുപോലെ മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് അയനക്കുട്ടിക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ രാത്രിക്ക് ഉമ്മയും ഉപ്പയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ വീട്ടിൽ തേങ്ങാച്ചോറും ചിക്കൻ കറിയും വെച്ചുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിക്ക്. അപ്പോൾ അത് കാരണം ആ തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് രാത്രി കഴിച്ചത്. അപ്പോൾ നമ്മളുടെ വെറുംചോറും മീൻ കറിയും അതുപോലെ മീൻ പൊരിച്ചതും ഒക്കെ ബാക്കിയായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉമ്മ കൊണ്ടുവന്നിട്ടുള്ള തേങ്ങാച്ചോറിലും ഒരുപാട് ചോറുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറും കൊണ്ട് കുറച്ച് ഇരിക്കണം. പിന്നെ അതുപോലെ കുറച്ച് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ബാക്കി ചിക്കൻ കറിയൊക്കെ ഞങ്ങൾ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ചിക്കൻ കറിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അധികം കുക്കിംഗ് വരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് ഈ ഒരു കബോർഡ് ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ആക്കണം എന്നുള്ളത് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കുപ്പികളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് നീറ്റാക്കി വെക്കണം എന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുപ്പികളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിങ്ങാണ്ട് കബോർഡൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ കുപ്പികളും നല്ലപോലെ തുടച്ച് അതൊക്കെ തിരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഈ ഒരു ഷെൽഫ് ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ പ്രത്യേകിച്ച് ഓർഗനൈസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വീഡിയോയിലാണ് ഞാൻ കണ്ടത്. അവിടെ ഒരു 8 കാല് നിൽക്കണ്ടില്ലേ, തുടച്ചപ്പോൾ ഒക്കെ നേരങ്ങത്തിൽ തുടച്ചിരുന്നു. പിന്നെ അത് എപ്പോഴും അവിടെ വന്ന് കൂടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിനിടയിൽ നിങ്ങളിൻ്റെ ഷാള് മാറിയതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് വേറെ ഒന്നുമല്ല, ആദ്യം ഇട്ടിരുന്ന ഷാള് തലയിൽ തീരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് മാറ്റിങ്ങാണ്ട് തലയിൽ നിൽക്കുന്ന ഒരു ഷാൾ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ജേഴ്സി ഹിജാബ് ഉണ്ടല്ലോ അതിൻ്റെ കയ്യിൽ ഒന്നുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും എന്തോ ഒരു സുഖമാണ് ആ മക്കനിടാനും കരുതിയിട്ടാണ്. ഇട്ടോടത്താണ് കിടക്കും, തലയിൽ നിന്ന് അങ്ങോട്ട് പോകൂല അറിയില്ല. ഇനി വീട്ടിലിടാനും അങ്ങനത്തെ എടുക്കേണ്ടി വരും. എന്നാൽ പിന്നെ ഓരോടത്തുനിന്ന് ഇങ്ങനെ ഒലിച്ചടിയോണ്ട് ഉള്ളിൽ വാതിലടച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും കാണുന്നില്ല. പക്ഷെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇതിങ്ങനെ ഒലിച്ചടിക്കൊണ്ട് തന്നെ ഇക്കാരം. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഈ വീഡിയോ എടുക്കുമ്പോൾ മക്കനെ നേരാക്കാൻ തന്നെയുള്ള ഒഴിവുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി വീട്ടിലിടാനും കൂടി 2 മക്കനെ അങ്ങനത്തെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. പലരും നമ്മളുടെ വീഡിയോയിൽ ഒരു ചെറിയൊരു മുട്ടുസൂചി കാര്യം പോലും ശ്രദ്ധിക്കുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മക്കനെ മാറ്റിയ കാര്യം എടുത്ത് പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ. ഇനിയിപ്പോൾ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം സോപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ സാധനങ്ങളും കുപ്പിയിലേക്ക് ഇടാനുള്ളതൊക്കെ ഇട്ട് വെക്കുക കേട്ടോ.
ഇനിയിപ്പോൾ ഞാനിട്ട ഡ്രസ്സ് ഏതാണെന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. ഞാൻ മുമ്പൊരു പർപ്പിൾ കളറിലൊരു ഡ്രസ്സ് ഇട്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് ഏതാ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, അതുപോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തതാണോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേറൊരു ഡ്രസ്സും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ, ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. ആ ഡ്രസ്സ് എൻ്റെ ഒരു ചുരിദാറത്തെ ഷോളാണ്. ആ ഷോൾ വെച്ചെങ്ങാണ്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ളത്. ആ വൈറ്റും ഗ്രീനും പാടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു ഡ്രസ്സ്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. ഇനി ഇപ്പോൾ ദാ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ബോട്ടിലാക്കി വെച്ചു. ആ പാക്കറ്റിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കുന്നേക്കാളും ഞാൻ അങ്ങനെ വാങ്ങിച്ച ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. എന്നിട്ട് ആ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടാണ്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഉള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടേച്ച് ഈ കൊട്ടയത്തെ ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടിയിലുണ്ടായിരുന്ന കുറച്ച് ഉള്ളി ഉണ്ട് കേട്ടോ, അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അത് ആദ്യം എടുക്കാം, എന്നിട്ട് പിന്നെ വാങ്ങിച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ ഞാൻ സാധാരണ ആദ്യം ഞാൻ വലിയുള്ളി ഒന്നില്, ചെറിയ ഉള്ളി ഒന്നില്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്നില് അങ്ങനെയാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. വെല്ലുള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇത് മൂന്നും ഈ ഒരു കൊട്ടയിലാണ് കേട്ടോ ഞാൻ ഇട്ട് വെക്കാറ്. അതിനുള്ളതേ നമ്മൾ വാങ്ങാറുള്ളൂ. ഒരുപാട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകും കേട്ടോ അങ്ങനെ ഇരിക്കുന്തോറും. കാരണം അതിനുള്ളൊരാവശ്യം നമുക്ക് വരുന്നുള്ളൂ. ഒരുപാട് ഒന്നും ഉള്ളികളും കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നുണ്ടെങ്കിൽ തന്നെ അത് വെല്ലുള്ളിക്കാണ് ആവശ്യം വരുന്നത് കേട്ടോ. കാരണം നമ്മൾ എന്തായാലും രാവിലത്തെ കറികളിൽ അങ്ങനെയുള്ള കറികളിലൊക്കെ എന്തായാലും നമ്മൾ ഈ വെല്ലുള്ളി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വെല്ലുള്ളിയും തക്കാളിയും. അപ്പോൾ അങ്ങനെ അതും ഒക്കെ ഫില്ല് ചെയ്ത് വെച്ച് ഇനി ബാക്കി കുറച്ച് സാധനങ്ങളും ഉണ്ട്, അതും കൂടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷം കൂടെ പറയാനുണ്ട്. നമ്മളുടെ ഒരുപാട് പേര് കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതുപോലെ ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും. ഇനി കാണാത്തവർ അറിയാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലി 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. മാഷാഅല്ലാഹ്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10K ആവാനായിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ട് എന്നുള്ളത് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അറിയില്ലേ, അത്രത്തോളം ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ 10K ഫാമിലി എന്നൊക്കെ പറഞ്ഞത് ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എൻ്റെ സന്തോഷം എന്തായിരുന്നു എന്നുള്ളത് എനിക്കും പടച്ചോനും എൻ്റെ കാക്കൂനും മാത്രമേ അറിയുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു നെട്ടലങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് പറയില്ലേ. എന്തായാലും ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മളുടെ കുറേ മുമ്പ് തൊട്ട് വീഡിയോ കാണുന്നവർ ഇപ്പോഴും നമ്മൾ വീഡിയോ ഡെയിലി കാണും, ഡെയിലി കമൻറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട്, അവരുടെയൊക്കെ പേര് എനിക്ക് മനസ്സിൽ ഓർമ്മയുണ്ട് കേട്ടോ. പക്ഷേ പ്രത്യേകിച്ച് ചിലത് എടുത്തു പറയുമ്പോൾ ആരുടെങ്കിലും അതിൽ വിട്ടുപോയാൽ ഓർക്ക് അതൊരു വിഷമാവില്ലേ. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാൻ എടുത്ത് പറയാത്തത്. ഇനിയിപ്പോൾ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ Q&A ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അള്ളാ ഞാൻ ചെയ്യാം. പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് കാക്കൂനെയും കൂടെ കൂട്ടിയിട്ടൊരു Q&A ചെയ്താലോ എന്നുള്ളത്. നേരെ മറിച്ച് ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളിങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് മറുപടി അറിയുമ്പോൾ അത് നിങ്ങൾക്ക് കാണാനൊരു ഒരു ഇതുണ്ടാവില്ലല്ലോ. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടി പറഞ്ഞ് അങ്ങനെ രണ്ടാളും പാടെ ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസിന് ആൻസറൊക്കെ തരുമ്പോൾ അത് വേറൊരു രസമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ കാക്കൂനോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായിരിക്കും എന്നൊന്നും അറിയില്ല. കാരണം മൂപ്പർക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാനുള്ള മടിയാണ് കേട്ടോ. അല്ല നേരിട്ട് എന്താ അങ്ങനെ സംസാരിക്കുന്നതിന് അങ്ങനത്തേനൊന്നും കുഴപ്പമില്ല. പക്ഷേ അല്ലാത്തതിന് മടിയാണ് കേട്ടോ, ക്യാമറ ഫേസ് ചെയ്ത് കണ്ട് വർത്താനം പറയാനൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇൻഷാ അള്ളാ നിങ്ങളിങ്ങനെ ഓരോ വീഡിയോസിൻ്റെ താഴെയൊക്കെ ആയിട്ട് കമൻറ്റുകളൊക്കെ ഇങ്ങനെ ചോദിച്ചോളുണ്ട്. ഞാൻ എന്ന വീഡിയോ ഇടുന്നിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ അന്ന് പറയാം, കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്താണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ചോദിച്ചോളുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കണം അങ്ങനെയാണ് കേട്ടോ. ഞാനും കാക്കും കൂടെ ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കണം. ഇനിയിപ്പോൾ മൂപ്പരൊന്നും പറഞ്ഞില്ലെങ്കിലും ഇരുത്തിയിട്ടെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. Q&A നിങ്ങൾ അത്രയും നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ Q&A ചെയ്യുമെന്നുള്ളത്. അപ്പം നമ്മളത് സാധിച്ചു തരണ്ടേ. ഇനിയിപ്പോൾ ദാ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി എന്ന് പറയാൻ പറ്റൂല, ചിക്കൻ്റെ ഒരു കഷ്ണിട്ടിട്ടുള്ളൊരു സാമ്പാർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നൂല കേട്ടോ, ചിക്കൻ അല്ലാത്ത ചിക്കൻ കറി എന്നുള്ളത്. കാരണം ചിക്കൻ ആകെ തലേദിവസത്തിൽ ഒരു 2 നുറുക്ക് ചിക്കനും കുറച്ച് ഗ്രേവി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് 2 കിഴങ്ങും ഒരു ഉള്ളിയും ഒരു തക്കാളിയും ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് 2 വിസിലണ്ട് അടുപ്പിച്ചെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതാ തേങ്ങാച്ചോറും കുറച്ചുണ്ട്, തലേസത്തെ വെറും ചോറും കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് രണ്ടും പാടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്നാണ് ചൂടാക്കിങ്ങാണ്ട് എടുത്തു കേട്ടോ. അപ്പം എന്തായി, തേങ്ങാച്ചോറും റെഡിയായി, ചിക്കൻ കറി റെഡിയായി. എന്താണ് അല്ലേ, എപ്പോഴും നമ്മളിങ്ങനെ ആയിട്ട് കുക്ക് ചെയ്യുക അതാക്കുക അങ്ങനെ നല്ലടോ. നമ്മളും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഓരോരോ ഫുഡൊക്കെ ഉണ്ടാക്കി ഓരോ നേരമൊക്കെ കഴിച്ച് ഇതാക്കണത്. ചിലപ്പോൾ ചമ്മന്തി കൂട്ടി ചോറയ്ക്കും, ചിലപ്പോൾ മന്തി കൂട്ടി ചോറയ്ക്കും. എന്താ കാശുണ്ടാകുമ്പോൾ മന്തി അല്ലെങ്കിൽ ചമ്മന്തി എന്നറിയില്ല, എന്ന പോലെയൊക്കെ തന്നെയായിരുന്നില്ലേ. നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ടും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാതെ എല്ലാ ടൈമിലും ആയിട്ട് കുക്ക് ചെയ്ത് കറി ഉണ്ടാക്കി കൂട്ട ഉണ്ടാക്കി മീൻ പൊരിച്ചത് കോഴി പൊരിച്ചത് എന്ന് പറഞ്ഞ മാതിരി ഫുൾ ടൈം അങ്ങനെയൊന്നല്ല. നമ്മൾ നിങ്ങളൊക്കെ പോലെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ഇടയിൽ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്, ചോറ് സെറ്റായി കിട്ടിയിട്ടുണ്ട്, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുന്നനുള്ള കറി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം കുത്തി ഉടച്ചിട്ട് നല്ല കുറുകിയ കറി തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ അടിക്കൽ തുടക്കൽ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലായിടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ അതാ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് വേണം എനിക്ക് കുളിക്കാനും എനിക്ക് ചോറ് വയ്ക്കാനും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റായിട്ടും വേണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.